ഹൈ ഗൈസ്, കെഎം ഗ്യാരേജിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു ജീപ്പിനൊരു പ്രത്യേകത ഉണ്ട്. നമ്മൾ ഒരുപാട് ടൈം എടുത്ത് വൃത്തിക്ക് നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ ബിൽഡ് ചെയ്തിട്ടുള്ള ഒരു സ്പെക്കാണ് ശരിക്കും. അത്രത്തോളം ആക്സറീസ് ലോഡാണ് ഈ ഒരു ജീപ്പുമ്മേ. ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറഞ്ഞു തരാം. ഒരുപാട് ആളുകൾ ഇപ്പോഴും നമ്മളെ കോൺടാക്ട് ചെയ്ത് കിട്ടണില്ല, വിളിച്ചാൽ എടുക്കില്ല എന്നുള്ളൊരു പരാതി ഇപ്പോഴും ഉണ്ട്. സോ നിങ്ങൾ ഈ നമ്പർ ഒന്ന് നോട്ട് ചെയ്തോളി. 8848373747. ഇത് ആക്സറീസിൻ്റെ നമ്പറാണ്. രാവിലെ ഒരു 10 മണി മുതൽ 6 മണി വരെ, മാക്സിമം ഒരു 5:30 വരെയൊക്കെ വിളിക്കാൻ നോക്കുക. അതിൻ്റെ ഇടയിൽ ഈ ഒരു നമ്പറിൽ കോൾ അറ്റൻഡ് ചെയ്യാൻ കഴിയുള്ളൂ. ഒന്നുകൂടെ പറയാം, 8848373747. മെക്കാനിക്കൽ അപ്ഡേഷനോ കാര്യങ്ങളോ അറിയാനാണെങ്കിൽ ഇവരോട് നമ്പർ ചോദിച്ചാൽ ഇവർ തരും. സോ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. നമ്മൾ എന്തൊക്കെ വർക്കാണ് ഈ ഒരു ജീപ്പിൽ എടുത്തിട്ടുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റായിട്ട് ആ ഒരു സൈഡ് പ്രൊഫൈലും ഇൻറ്റീരിയർ ഭാഗമൊക്കെയാണ് കാണുന്നത്. സ്റ്റിയറിംഗ് നമുക്ക് വ്യക്തമായിട്ട് കാണാം. JCBയുടെ സ്റ്റിയറിംഗ് ആണ്. അധികം നമ്മൾ JCBയുടെ സ്റ്റിയറിംഗ് വീൽ തന്നെ കയറ്റില്ല, കാരണം ബെൻസിൻ്റെ പവർ സ്റ്റിയറിംഗ് ആകുമ്പോൾ അത്രയും സ്മൂത്താണ്, നമുക്ക് പെട്ടെന്ന് ടേക്ക് ചെയ്യാൻ കഴിയും. പഴമക്കാർ പറയും പോലെ ജീപ്പ് ഓടിച്ചു കഴിഞ്ഞാൽ ഏതൊരു വണ്ടി ഓടിക്കാന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട് ആദ്യം മുതൽ. അപ്പോൾ ലേഡീസിനൊക്കെ ഈ ഒരു ബെൻസിൻ്റെ പവർ സ്റ്റിയറിങ്ങും JCB സ്റ്റിയറിംഗ് ഒക്കെ നല്ല ഒരു അഡ്വാൻറ്റേജ് ആയിരിക്കും. ഫ്രണ്ടിൽ വന്നിട്ടുള്ള ഒരു ഫോഗ് ലാമ്പ് കണ്ടോ, ഹെല്ലൻ്റെ ആണ്. അത്യാവശ്യം നല്ല കോസ്റ്റ്ലിയാണ്. അറൗണ്ട് ഒരു 12K മുകളിൽ വരുന്നുണ്ട് അതിൻ്റെ പ്രൈസ്. സസ്പെൻഷൻ നമ്മൾ ചെയ്തിട്ടുള്ള ARCയുടെ ആണ്, വിത്ത് കാർബൺ ലീഫാണ്. ഇത് ഓടിക്കുമ്പോഴേ അതിൻ്റെ ഒരു സ്മൂത്ത്നെസ് ഒക്കെ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. റോക്ക് സ്ലൈഡറൊക്കെ നമ്മൾ ഗ്യാരേജിൽ വെച്ചിട്ട് കസ്റ്റം ചെയ്ത് പൗഡർ കോട്ട് ചെയ്തിട്ടാണ് ഈ ഓരോ ജീപ്പ് നമ്മൾ ചെയ്ത് വെക്കാറ്. ജീപ്പിൽ കയറുക എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക സുഖമാണ്. ആ ഒരു ഗ്രാബ് ഹാൻഡിലുമൊക്കെ തൂങ്ങി കയറുക എന്ന് പറയുന്നത് അതന്നെ ഒരു വേറെ ഫീലാണ് ശരിക്കും. ഈ ഒരു ജീപ്പിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് പറയുന്നത് അതിൻ്റെ ടയറും ഡിസ്ക്കാണ്. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും എത്രത്തോളം ബ്യൂട്ടിയാണ് ആ ഒരു ജീപ്പിന് ഇത് കൊടുക്കുന്നത് എന്നുള്ളത്. അതേപോലെ അതിന് പ്രൈസും ഉണ്ട്. ഫ്രണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മളൊരു വിഞ്ച് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഓണർ പറഞ്ഞത് നൈസായിട്ട് നമ്മൾ ഓഫ് റോഡും ചെയ്യുന്നതാണ്. സോ അപ്പോൾ അതിൻ്റെ ഒരു സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മളൊരു വിഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുള്ളത്. ഫ്രണ്ടിലേക്ക് ഓൾമോസ്റ്റ് നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ മനസ്സിലാവും എത്രത്തോളം ഭംഗിയുണ്ട്. ഒരു ഭീകര ലുക്കില്ല. ഒരു ചെറിയ നമ്മളെ താറിനൊക്കെ കൊടുക്കുന്ന ലൈറ്റുകൾ നമ്മൾ ആദ്യമൊക്കെ ടോപ്പിലായിരുന്നു ചെയ്തിരുന്നത്. പിന്നെ എല്ലാവരും അങ്ങനെ ചെയ്തപ്പോൾ നമ്മൾ ഈ ഒരു റേഡിയേറ്റർ ഗ്രില്ലിൻ്റെ ആ ഒരു ഭാഗത്തായിട്ടാണ് കൊടുത്തത്. പിന്നെ ഹെഡ്ലൈറ്റ് നോക്കുകയാണെങ്കിൽ തന്നെ അത്യാവശ്യം കോസ്റ്റ്ലിയാണ്. കിങ് കോങ്ങിൻ്റെ ഒരു റാംഗ്ലറിനൊക്കെ ചെയ്യുന്ന ഒരു മോഡലാണ് ഈ ഒരു ജീപ്പിലുള്ളത്. സസ്പെൻഷൻ കാർബൺ ലീഫ് ആയതുകൊണ്ട് തന്നെ അത്രയും സ്മൂത്താണ്. ഞാനിത് ഓടിച്ചതാണ്, നല്ല സ്മൂത്തായിട്ടാണ് ഇത് ആർട്ടിക്കുലേഷൻ ചെയ്യുന്നത്. ഹൈ വേരിയൻ്റ് ആയിട്ടുള്ള സസ്പെൻഷനാണ് നമ്മൾ ഫോക്സ് ചെയ്യാറുണ്ട്, അയൺമാൻ, അതേപോലെ പ്രൊഫൻഡറൊക്കെ ഒരുപാട് വണ്ടികൾക്ക് നമ്മൾ ചെയ്യാറുണ്ട്. മറ്റൊരു ഹൈലൈറ്റ് പറഞ്ഞാൽ അതിൻ്റെ ഇൻഡിക്കേറ്റർ സെക്ഷനാണ്. നമ്മൾ താറിനൊക്കെ വരുന്ന ഒരു ഫാൻസി ടൈപ്പ് DRL സെക്ഷനാണ് ശരിക്കും ഇത്. ഡെൻറ്റിങ് ടൈമിൽ നമ്മൾ ഈ ഒരു ബോഡിമേ ഈ ഒരു ഷേപ്പിൽ കറക്റ്റ് ആകൃതിയൊക്കെ വരച്ചുണ്ടാക്കി സെറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ഫൈനൽ ലുക്കൊക്കെ ഇത് കൊണ്ടുവരുന്നത്. സോ കാണുന്നവർക്ക് ഇതൊരു സിമ്പിൾ വർക്കാണെന്ന് കരുതും. സോ അങ്ങനെയല്ല. ഈ ഒരു ജീപ്പിൽ ചെയ്തിട്ടുള്ള കളറ് വെറൈറ്റിയാണ്, അത്രയും അട്രാക്റ്റീവാണ്, സ്റ്റാൻഡേർഡുമാണ്. ബോഡി കളറിനനുസരിച്ച് അലോയും തന്നെ ആ ഒരു ബ്രോൺസ് കളർ കൊണ്ടുവന്നപ്പോൾ ഒരു പ്രീമിയം സെഗ്മെൻറ്റിലൊക്കെ ഇവനെ ഉൾപ്പെടുത്താം. ഇന്റീരിയർ സെക്ഷൻ നോക്കുകയാണെങ്കിൽ നമ്മൾ പോസ്റ്റർ വർക്ക്, അതായത് സീറ്റിൻ്റെ വർക്കൊക്കെ ഒരു കോഫി ഷെയ്ഡിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ അധികം ഇവിടെ ജീപ്പാക്കൊക്കെ ഈ ഒരു കളർ അല്ലെങ്കിൽ ബ്ലാക്ക്, കാരണം ഇതാണ് ഏറ്റവും സ്റ്റാൻഡേർഡ്. ഇന്റീരിയറിലും തന്നെ നമ്മൾ ഒരുപാട് കസ്റ്റമൈസേഷൻ വരുത്തിയിട്ടുണ്ട്. കാണുന്നവർക്ക് ഇതൊക്കെ ചെറിയ പരിപാടിയല്ലേന്ന് തോന്നും. സോ നമ്മൾ ഒരുപാട് ഹാർഡ് വർക്ക് എടുത്തിട്ടാണ് ഓരോ ജീപ്പും ഈ ഒരു ലെവലിലേക്ക് എത്തിക്കുന്നത്. AC ഇല്ലാത്ത പ്രശ്നം കൊണ്ട് തന്നെ നമ്മൾ 2 ഫാൻ, ഹൈ ക്വാളിറ്റി ഫാൻ തന്നെ ചെയ്തിട്ടുണ്ട്. ആദ്യമൊക്കെ ഒരു സ്ക്വയർ ടൈപ്പ്, പക്ഷെ അതൊരു നെഗറ്റീവായിരുന്നു. പിന്നെ നമ്മൾ ഈ ഒരു ക്വാളിറ്റിയിലുള്ള ഫാൻ അപ്ഗ്രേഡ് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു ജീപ്പ് ഓടിക്കുമ്പോൾ ഇൻറ്റീരിയർ സെക്ഷൻ എങ്ങനെയാണെന്നുള്ളത് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറഞ്ഞു തരാം. ഈ ഒരു പാനൽ ബോർഡും ആ ഒരു AC വെന്റിലേഷൻ ലൈറ്റ്സൊക്കെ അതൊക്കെ ഇങ്ങനെ വരുമ്പോൾ നമുക്കൊരു ലക്ഷറി വണ്ടി ഓടിക്കുന്ന ഫീലാണ് ശരിക്കും കിട്ടുക. ഞാൻ തള്ളി മറിക്കൊന്നുമല്ല, ഈ ഒരു ജീപ്പ് ഓടിക്കുന്നവർക്ക് ശരിക്കും അറിയാം അത് എങ്ങനെയാണ് എന്നുള്ളത്. മറ്റൊരു അഡ്വാൻറ്റേജ് പറഞ്ഞാൽ ആ AC വെന്റിലേഷൻ ലൈറ്റ്സ് ഒക്കെ കണ്ടോ, അത് ഒരുപാട് പാറ്റേൺക്ക് ഇത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ കഴിയും. പിന്നെ ആ ഒരു സ്വിച്ചസ് ഒക്കെ കാണുന്ന, ആ 2 റെഡ് സ്വിച്ചസ് ഒക്കെ കാണുന്ന വിഞ്ച് ഇൻ ഔട്ടൊക്കെയാണ്. ജീപ്പിൻ്റെ ബാക്ക് സൈഡിലേക്ക് വരികയാണെങ്കിൽ സ്റ്റെപ്പിനി ടയർ തന്നെയാണ് ഹൈലൈറ്റ്. പിന്നെ താറിനൊക്കെ കസ്റ്റമൈസ് ആയിട്ട് വെക്കുന്ന ഒരു ടെയിൽ ലൈറ്റും
അടിയത്തെ ബമ്പർമ നിങ്ങൾക്ക് ശരിക്കും നോക്കിയാൽ മനസ്സിലാവും റിവേഴ്സ് ലൈറ്റും. അതേപോലെ അത് നോർമൽ പർപ്പസിനൊക്കെ നമുക്കത് യൂസ് ചെയ്യാം. നൈറ്റിലൊക്കെ റിവേഴ്സ് എടുക്കുമ്പോൾ ആ ഒരു ലൈറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ബാക്ക് നല്ല വിഷ്വലായിട്ട് കിട്ടും. വണ്ടിയുടെ അടിഭാഗത്തായിട്ട് ആ ഒരു റെഡ് കളറിൽ കാണുന്ന ഡിഫറൻഷ്യൽ ഗാർഡും കാർബൺ ലീഫിൻ്റെ ആ ഒരു സെക്ഷനുമാണ്. സ്റ്റെപ്പിനി കരിയറിൻ്റെ മുകളിലായിട്ട് നമ്മളൊരു ഹൈ ക്വാളിറ്റി ബ്രേക്ക് ലൈറ്റൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഹുഡ് ഷേപ്പൊക്കെ ബാക്കിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഒരു വെറൈറ്റി മോഡൽ തന്നെ നമ്മൾ ചെയ്തിട്ടുള്ളത്. മെക്കാനിക്കലി ഫുള്ളി ലോഡാണ്. സോ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ പുതിയൊരു സ്പെക്കുമായിട്ട് വരും.